നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ യുവാക്കൾ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. കൊച്ചിയിൽ കത്തി കാണിച്ച് ഒരു യുവാവ് പരാക്രമം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇന്നലെ വൈകുന്നേരം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. ആലപ്പുഴ സ്വദേശി സച്ചിനാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ പിടിയിലായത്. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കടയിൽ എത്തിയതാണ് സച്ചിനും സുഹൃത്തും. മദ്യലഹരിയിലായിരുന്ന സച്ചിൻ കടയിലുണ്ടായിരുന്ന ആളുകളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും കടയിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കടയുടമ പോലീസിന് വിവരമറിയിച്ചു. സച്ചിനും സുഹൃത്തും താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കൊച്ചി നഗരത്തിൽ ഇതിപ്പോൾ ഒരു പതിവ് കാഴ്ചയാണ്. നമുക്കറിയാം, ഈ വലിയ വ്യാപകമായ രീതിയിൽ നഗരത്തിലേക്ക് ലഹരി ഒഴുകുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചും മദ്യം ഉപയോഗിച്ചും യുവാക്കൾ പരാക്രമം കാണിക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, മറ്റ് സാധാരണക്കാരെയൊക്കെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് എന്താണ്? ഈ സച്ചിൻ ഇങ്ങനെ പ്രകോപിതനാകാനുള്ള കാരണം എന്താണ്? കഞ്ചാവ് ലഹരിയിലായിരുന്നോ പരാക്രമം? ഇദ്ദേഹം നേരത്തെയും പല കേസുകളിലും കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഈ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയുള്ള ആൾ തന്നെയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ മദ്യലഹരിയിലായിരുന്നു സച്ചിൻ എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മറ്റൊരു സുഹൃത്തുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. സുഹൃത്തിൻ്റെ വാഹനത്തിലാണ് അവിടെ എത്തിയത്. അതിനുശേഷം റോഡിൽ നിന്ന് ആൾക്കാരുടെ നേരെയും അതുപോലെ തൊട്ടടുത്തുള്ള കടയിൽ കയറി, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, കടയിൽ കയറി അവിടെ നിന്നിരുന്ന ആളിൻ്റെ തലയിൽ പിടിച്ച് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിലും ഇരുന്ന് ഭക്ഷണം കഴിച്ചോ ആ കടയിൽ റെസ്റ്റോറൻറ്റിൽ വന്ന ആളുകളാണ്. അവരുടെ മുൻവശത്തുണ്ടായിരുന്ന മേശ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തന്നെയാണ് സച്ചിൻ അവിടുന്ന് മടങ്ങിയത് തന്നെ. അത്തരത്തിൽ നഗരത്തിൽ, അതായത് ആളുകൾ സ്വാഭാവികമായിട്ടും ഇത്തരമുള്ള ആളുകളെ ഭയപ്പെടും, അല്ലെങ്കിൽ ഇത്തരമൊരു അന്തരീക്ഷം ഭയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ മാരകായുധങ്ങൾ കയ്യിൽ വെക്കുമ്പോൾ ആളുകൾക്ക് അതിനോട് ഭീതി കാണുമെന്നുള്ള മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്താമെന്നുള്ള മാനസികാവസ്ഥയുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്ന് കടയുടമ പോലീസിനെ വിളിച്ചറിയിച്ചതിന് ശേഷമാണ് ഈ സച്ചിൻ, ആലപ്പുഴ സ്വദേശിയാണ്, ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇദ്ദേഹം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കടയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 7:30 മണിയോട് കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. 7 മണിയോട് കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അതിനുശേഷം പോലീസ് എത്തി. ഇയാളും ഇയാളുടെ സുഹൃത്തും സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. അവിടെ എത്തിയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ സച്ചിനെതിരെ നേരത്തെയും ഇത്തരം സമാനമായ, അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തു വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മദ്യാസക്തിയിൽ ഇത്തരത്തിൽ അക്രമാസക്തനാകുന്ന ഒരാളാണ്. തുടർ നടപടികളിലേക്കാണ് എന്തായാലും പോലീസ് കടക്കുന്നത്. എന്തായാലും സച്ചിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിക്കുന്നത്. സെൻട്രൽ പോലീസ് ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സച്ചിനെ പിടികൂടിയത്. വളരെ അക്രമാസക്തനായി നിന്നിരുന്ന ഒരു യുവാവാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അറിയാം. ഇത്തരത്തിലുള്ള ആളുകളെ ഈ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. തീർച്ചയായും ഈ വിഷയത്തിൽ പോലീസ് എന്തായാലും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ ലഹരി തടയാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ, പുതിയ പദ്ധതികളൊക്കെ പോലീസ് നടപ്പാക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ പരിശോധനയൊക്കെ ശക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള അക്രമങ്ങൾ തടയാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? എന്തായാലും അതിവേഗത്തിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി, പ്രതിയെ പിടികൂടി. വ്യാപകമായൊരു വലിയ നഷ്ടം ഈ കടയിൽ സംഭവിച്ചിട്ടുണ്ടോ? മാത്രമല്ല, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? ഇയാൾ ഈ അക്രമാസക്തനാകാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഈ കടയുടമയുള്ള വ്യക്തിവിരോധമാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകോപനമുണ്ടോ? ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി അനുസരിച്ചിട്ട് ഈ സച്ചിൻ നേരത്തെ തന്നെ, അതായത് ആ വാഹനം അങ്ങോട്ടേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലൂടെ തന്നെയാണ്, അതായത് വണ്ടി നിർത്തുമ്പോൾ തന്നെ അവിടെ നിന്ന് സംസാരിച്ചിരുന്ന 2 ആളുകളെ പോയി ഭീഷണിപ്പെടുത്തുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാഹനം, ഒരു ഇരുചക്ര വാഹനത്തിലാണ് ഇരുവരും എത്തുന്നത്. അതിനുശേഷം ഈ ഒപ്പം ഉണ്ടായിരുന്ന ആളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ ഒപ്പം വന്ന ശേഷം ഈ തൊട്ടടുത്ത്, അതായത് ഈ വാഹനത്തിൽ നിന്നിറങ്ങി തൊട്ടടുത്ത് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന 2 ആളുകൾക്ക് നേരെ കത്തിയുമായി പാഞ്ഞെടുക്കുകയും അവരെ കത്തി വീശി
ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ കടയിലേക്ക് കയറുന്നത്. കടയുടമയുമായി പ്രത്യേകിച്ച് മുൻവൈരാഗ്യമുള്ളതായിട്ടൊന്നും അറിയില്ല. അത്തരത്തിലുള്ള വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ കടയുടെ കൗണ്ടറിൽ നിന്നൊരു ചെറുപ്പക്കാരനെ മുടിയിൽ കുത്തിപ്പിടിച്ച് നമ്മളത് കാണുന്നുണ്ട്. പെട്ടെന്ന് തിരിച്ചിട്ടാണ് അവൻ്റെ നേരെയാണ് കത്തി വീശുന്നത് കാണിക്കുന്നത്. പിന്നീട് തൊട്ടു മുൻപുണ്ടായിരുന്ന ഒരു മേശ അതിൻ്റെ നേരെ കാലുയർത്തി അത് തട്ടി പൊട്ടിക്കുകയും അവിടെ ഇരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ടോം. യെസ്, വ്യക്തമാണ് ആജ്ഞ. എന്തായാലും ഈ സച്ചിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്തിനും ഈ കേസിൽ പങ്കുണ്ടോ? അയാളും പ്രതിപട്ടികയിലുണ്ടോ? മാത്രമല്ല ഇയാളുടെ ഒരു പശ്ചാത്തലം നേരത്തെ തന്നെ പറഞ്ഞു, ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. ഇങ്ങനെ സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു പ്രവണതയുണ്ടോ? മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നത് സമൂഹത്തിന് വലിയ അപകടം സൃഷ്ടിക്കും. ഇങ്ങനെ തുടർച്ചയായി ഇതുപോലുള്ള അക്രമങ്ങൾ നടത്തുന്ന ആളാണെങ്കിൽ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കേണ്ടതില്ലേ? ആ രീതിയിലുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അതോ നിലവിൽ കൊച്ചിയിൽ നഗരപരിധിയിൽ ഇയാൾക്കെതിരെ നിലവിൽ ഈ കേസ് മാത്രമാണോ നിലവിൽ ഇയാളുടെ പേരിലുള്ളത്? കൊച്ചിയിൽ നിലവിൽ ഈ കേസ് മാത്രമാണ് നിലവിലുള്ളതെന്നാണ് അറിയിക്കുന്നത്. അതേസമയം ഇദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. ആലപ്പുഴയിൽ ഇദ്ദേഹത്തിനെതിരെ നേരത്തെയും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, അതിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തരത്തിൽ, അതായത് ഇത്തരം മദ്യലഹരിയിൽ ആളുകളെ ആക്രമിക്കുന്ന തരത്തിലും അല്ലെങ്കിൽ ആളുകളെ അസഭ്യം പറയുന്ന തരത്തിലുമൊക്കെ ഇദ്ദേഹത്തെ നേരത്തെയും ഇങ്ങനെ അക്രമാസക്തനാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇത്തരത്തിൽ എന്ന് വേണം പറയാൻ. ഇത് മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരം തേടുകയായിരിക്കും ഒരുപക്ഷെ അടുത്ത സ്റ്റെപ്പ്. എന്തായാലും പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് ഇയാളെ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ പറഞ്ഞതുപോലെ ഏത് തരത്തിലേക്കാണ് സച്ചിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. എന്തായാലും ഇത് കൊച്ചിയിൽ ഇങ്ങനെ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത്തരം മദ്യലഹരിയിൽ അതായത് ലഹരി എന്ന് പറയുമ്പോൾ രാസലഹരി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കഞ്ചാവ് ആയിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് മറ്റുള്ളവരെ സമൂഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ചുറ്റുവട്ടമുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന, അതാണ് ആചാര്യവേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പകലും രാത്രിയും ലഹരി സംഘങ്ങൾ കൊച്ചി നഗരത്തിൽ അഴിഞ്ഞാടുകയാണ്. ഈ ലഹരി ഉപയോഗിച്ചുള്ള യുവാക്കളുടെ പരാക്രമങ്ങൾ സാധാരണ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തന്നെ തകർക്കുന്നുണ്ട്. ഇത്തരം ലഹരി സംഘങ്ങൾ ഒരു സാമൂഹ്യ വിപത്തായി മാറുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കൊച്ചിയിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ബസ് ജീവനക്കാരാണ്. പ്രത്യേകിച്ചും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം, ഗുണ്ടായിസം, പരസ്പരം ഈ മത്സരയോട്ടത്തെ തുടർന്നുള്ള അക്രമങ്ങൾ ഇതൊരു പതിവ് കാഴ്ചയാണ്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തെ തുടർന്നുണ്ടായ കല്ലേറിൽ ഒരു യാത്രക്കാരന് പരിക്കേറ്റ വാർത്തയിലേക്കാണ്. ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബസ്സിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. വൈറ്റില തൃപ്പൂണിത്തുറ റൂട്ടിലോടുന്ന കൈലാസനാഥൻ, ബിലാൽ എന്നീ ബസ് ജീവനക്കാർ തമ്മിലാണ് തർക്കവും സംഘർഷവും ഉണ്ടായത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ കൊച്ചി നഗരത്തിലെ കാഴ്ച നമുക്കറിയാം. ഈ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം കാരണം സാധാരണക്കാർക്ക് അതുവഴി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വാഹനയാത്രക്കാർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഈ മത്സരയോട്ടങ്ങൾ, അതേ തുടർന്നുള്ള അക്രമങ്ങളൊക്കെ ഇപ്പോൾ നിത്യസംഭവമാണ്. ഈ തൃപ്പൂണിത്തുറയിൽ എന്താണ് സംഭവിച്ചത്? ടോം, ബസ്സുകളുടെ മത്സരോട്ടം തന്നെയാണ് ഇതിനൊരു വലിയൊരു അളവ് വരെ കാരണമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബസ്സുകളുടെ ഓട്ടം, അതിൻ്റെ ഒരു സമയക്രമം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകുക, ഒന്ന് കയറി ബസ് മുന്നോട്ട് പോകുമ്പോൾ ഉടനെ അത് ചോദ്യം ചെയ്യുക, തുടർന്ന് ഇതിൽ പലപ്പോഴും അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുക. അത് കൊച്ചി നഗരത്തിലൊരു പതിവ് കാഴ്ച എന്നോണം ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇവരെല്ലാം റോഡിൽ ഏറ്റുമുട്ടുക, അതിൽ ആര് യാത്രക്കാർ അതിലുണ്ടോ, മറ്റ് വഴിയാത്രക്കാരടക്കം ഇതിൽ നോക്കി നിൽക്കുക എന്ന ഒരു കാഴ്ചയെല്ലാം തന്നെയാണ്. പക്ഷെ അതൊന്നും പരിസരബോധമില്ലാതെ ഏറ്റുമുട്ടുന്ന ആ പല ദൃശ്യങ്ങളും നമ്മളിത് ഇതിനു മുൻപും തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലെ ഇപ്പോൾ ഒരു അവസാനത്തെ എപ്പിസോഡ്, അത് അവസാനമൊന്നും പറയാൻ പറ്റില്ല, ഒരു പുതിയൊരു കാഴ്ച എന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. തൃപ്പൂണിത്തുറയിലാണ് ഈ സംഭവം നടക്കുന്നത്. കൈലാസനാഥൻ, അതോടൊപ്പം തന്നെ ബിലാൽ എന്നീ രണ്ട് ബസ്സുകളാണ് തൃപ്പൂണിത്തുറ വയലിലെ റൂട്ടിലോടുന്ന ബസ്സുകൾ തമ്മിലെ
ജീവനക്കാർ തമ്മിലാണ് ഈ തർക്കമുണ്ടായത്. തർക്കം ബഹളത്തിലേക്ക് നീങ്ങിയെന്ന് മാത്രമല്ല, ഇത് ബസ് കല്ലെറിഞ്ഞ് ചില്ല് തകർക്കുന്ന രീതിയിലേക്ക് അടക്കം വന്നിരിക്കുന്നു. അതിലെ ഈ കല്ല് പതിച്ച് ചില്ല് ഉടഞ്ഞു. അത് പതിച്ചാണ് ഈ യാത്രക്കാരനെ പരിക്കേറ്റിട്ടുള്ളത്. അത്ര ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം ഈ രീതിയിലേക്ക് ആക്രമിക്കപ്പെടുക, ബസ്സിന് അതിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് പോലും ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ബസ് ജീവനക്കാർ തന്നെ മാറ്റുന്ന ഒരു രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഇതിൽ കർശന നടപടികൾ ഉണ്ടാകേണ്ടതാണ്. കാരണം ഇതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. ഇതൊരു പൊതുഗതാഗത സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ അതിൽ യാത്ര ചെയ്യുന്നവർക്ക് മിനിമം ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യങ്ങളെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും ഇതിൽ ജീവനക്കാരും ബസ്സിനടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരൊരു പശ്ചാത്തലം കൂടി, ജീവനക്കാരുടെ ഒരു പശ്ചാത്തലം കൂടി എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കാരണം നേരത്തെ വലിയൊരു ആരോപണം ഉയർന്നിരുന്ന ഇതുണ്ട് പലപ്പോഴും. ഡാനി, അതാണ് കാരണം. ഇതിനു മുൻപും ഏറ്റവും വലിയ ആക്ഷേപം ഉയർന്ന കാര്യം കൊച്ചി നഗരത്തിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ലഹരി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നു, വാഹനം ഓടിക്കുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു. ഇതൊരു പതിവ് പരാതിയാണ്. പക്ഷേ ഇവിടെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് സ്കൂളുകൾ തുറന്നു, നിരവധി കുട്ടികളടക്കം റോഡുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവന് വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. കാരണം ഇത് ഇവരെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ഇവർക്ക് ഈ നിയമങ്ങളോ അല്ലെങ്കിൽ പൊതു നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് ബാധകമല്ല എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാർ മാറുന്ന ആക്ഷേപമെല്ലാം തന്നെ നിലവിലുണ്ട്. കാരണം ഈ റോഡ് അടക്കി ഭരിക്കുന്നത് തങ്ങളുടേത് ഒരു വലിയ വാഹനമാണ്. അതുകൊണ്ട് ഈ ചെറിയ വാഹനങ്ങൾക്ക് പിറകിൽ വന്നിരുന്ന ഹോൺ അടിച്ച് പേടിപ്പിക്കുക, വലിയ ശബ്ദത്തോടുകൂടി അടുത്തേക്ക് വരിക, ബ്രേക്ക് അമർത്തുക, ചെറിയ വാഹനങ്ങൾ അവർക്ക് പോകാനുള്ള ഒരു ഇടം കൊടുത്തില്ലെങ്കിൽ പേടിപ്പിച്ച് റോഡിൽ നിന്ന് മാറ്റുന്ന രീതിയിലേക്കടക്കം പലപ്പോഴും പലരും പെരുമാറുന്ന രീതികളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. കാരണം അത് ഏതൊരു ഗതാഗതം ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനിടയിലൂടെ നമ്മൾ പറയില്ലേ, തിക്കി നുരച്ച് കയറുക എന്നൊക്കെ പറയും. അതേപോലെ ചെറുവാഹനങ്ങളിൽ ഉരുസി അങ്ങനെ മുന്നോട്ട് പോകുക, അത് ചോദ്യം ചെയ്താൽ അവരെ കയ്യേറ്റം ചെയ്യാൻ വരുന്ന രീതിയിലേക്ക് ഈ ബസ് ജീവനക്കാർ മാറുന്ന കാഴ്ചകളെല്ലാം ഇവിടെയുണ്ട്. കർശന നടപടികളില്ലാത്തത് കൊണ്ട് മാത്രം തന്നെയാണ് ഈ രീതിയിലേക്ക് പോവുക. പോലീസ് നടപടികളിലേക്ക് കടക്കുമ്പോൾ അതൊരു പിന്നീട് ഒരുമിച്ച് തന്നെ ചെറുക്കുന്ന രീതിയിലേക്ക് തൊഴിലാളി പണിമുടക്കടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന സമ്പ്രദായം എല്ലാം തന്നെ വീണ്ടും കണ്ടിട്ടുണ്ട്. പോലീസ് പീഡനം അവസാനിപ്പിക്കണമെന്നല്ല ഇവർ തന്നെ ആവശ്യപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നുണ്ട്. പക്ഷേ ഇതിനൊരു തടയിട്ടേ മതിയാവും. കാരണം ഇതിപ്പോൾ ബസ്സിനകത്ത് പോലും യാത്ര ചെയ്യാനായിട്ട് ഇവർ തന്നെ അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയെടുത്തുകൊണ്ട് മാതൃകാപരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ കർശനമായ ഇടപെടലുകൾ ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജീവിതത്തിൽ അഖിലയുടെ കുഞ്ഞ് ബാധ്യതയാകുമെന്ന് കരുതിയാണ് അർഷിദിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് രണ്ടാനച്ഛൻ അഷ്കർ പോലീസിന് മൊഴി നൽകി. 3 മാസത്തെ നിരന്തര പീഡനത്തിനൊടുവിലാണ് കുഞ്ഞ് മരിച്ചത്. അഷ്കറും അഖിലയും നിലവിൽ റിമാൻഡിലാണ്. ആദ്യ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് അടക്കം അഷ്കറിനെതിരെയുള്ള ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കും. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നമുക്ക് ആ കാഴ്ച ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളുലയ്ക്കുന്നുണ്ട്. 2 കൈയും ഒടിഞ്ഞ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ്. അവൻ ഈ കാലയളവിൽ, ഈ 3 മാസ കാലയളവിൽ അനുഭവിച്ച ദുരിതത്തിന്, പീഡനത്തിന് കണക്കില്ല. ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നു. അതിനുശേഷമാണ് ഈ അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിക്രൂരമായി ഈ അമ്മയുടെ കാമുകൻ ഈ കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം 51ഓളം മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു, പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു, സ്വകാര്യ ഭാഗത്ത് വരെ മുറിവുണ്ടായിരുന്നു. ഇതിനപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? ഈ പ്രതി അഷ്കറിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതിനു മുൻപ്
ഇയാളുടെ ആദ്യ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു. ആദ്യ ഭാര്യയുടെ സഹോദരൻ്റെ മരണം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല ദുരൂഹതകളും പുറത്തു വരുന്നുണ്ടല്ലോ. പോലീസിന്റെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോം സൂചിപ്പിച്ചതുപോലെ സ്വന്തം വേദന പറയാൻ പോലും കഴിയാത്ത ഒരു പ്രായത്തിലായിരുന്നു ഈ പറയുന്ന പിഞ്ചു കുഞ്ഞ് അർഷിത്ത് എന്ന 1.5 വയസ്സുകാരൻ നരാധമന്റെ ക്രൂരത കൊണ്ട് ഈ ഭൂമി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ വേദനിക്കുന്നതാണ്. ഇപ്പോഴും മലയാളി മനസ്സെന്നല്ല ഏതൊരു മനുഷ്യ മനസ്സിനും ഞെട്ടിപ്പിക്കുന്ന വേദന നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നേരത്തെ പറയുന്ന നരാധമൻ മുമ്പും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഈ പറയുന്ന അഷ്കർ, അയാൾ ഈ ഒരു വാഹന ഡ്രൈവറാണ്. അയാൾക്ക് ടാക്സി ഡ്രൈവറായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന പാലോടിനടുത്ത് നെടുമങ്ങാടിന് സമീപത്തുള്ള ഒരു ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, പ്രണയം നടിക്കുന്നു. അവരുടെ വീട്ടുകാരുടെയൊക്കെ സമ്മതം നിരസിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ സ്വന്തമാക്കി കൂടെ താമസിപ്പിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്നുള്ള സ്വർണം ഉൾപ്പെടെ സാമ്പത്തികങ്ങൾ ഉൾപ്പെടെ തട്ടിയെടുത്ത ശേഷം ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത്. വളരെ മിടുക്കിയായ ആ പെൺകുട്ടി ഇന്ന് അബോധാവസ്ഥയിലാണ്. ബോധം തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലാണ്. 13 മാസത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ കിടന്ന ഒരു പെൺകുട്ടിയാണ്. അതും ഈ നരാധമന്റെ കൈകൾ കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ആ പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കുന്നുണ്ട്. മാത്രമല്ല ഇയാളുടെ പോലീസ് ബന്ധമൊക്കെ ഇവർക്ക് സംശയമുണ്ടായിരുന്നു. കാരണം നിരവധി തവണ 6 തവണ പാലോട് നെടുമങ്ങാട് സ്റ്റേഷനുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആമിനയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും പോലീസ് ചെവിക്കൊണ്ടില്ല. സ്റ്റേഷൻ പരിധിയല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നിർധന കുടുംബത്തെ മാറ്റി ഒടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന മൊഴി. അതിന് അവർ വിശദീകരിക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇയാൾക്ക് ചില പോലീസുകാരുമായുള്ള അടുത്ത ബന്ധം, പോലീസുകാരുടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ബന്ധം ഉൾപ്പെടെയുള്ള പല ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വാധീനത്തിലാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടതെന്നുള്ളതാണ് ഇയാളുടെ ഇയാളുടെ ഭാര്യയുടെ ആദ്യ ഭാര്യ എന്ന് പറയാൻ കഴിയില്ല. കാരണം ആമിനയുടെ ബന്ധം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും ആ ബന്ധത്തിൽ നിൽക്കുകയാണ് ഈ പറയുന്ന അഖിലയെ കൂടെ താമസിപ്പിക്കുന്നതും ഈ പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് എത്തുന്നതും. ഇയാൾ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഇയാൾ സുഖം തേടി നടക്കുന്ന ഒരാളാണ്. സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികം കൈക്കലാക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലയെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുമ്പോഴും അഖില ഒരു നർത്തകിയാണ്. ഇയാൾക്ക് അടുത്തിടെ ഒരു കലാ സംഘടനയുടെ വാഹനം ഓടിക്കുന്ന സമയത്താണ് ഇവർ പരിചയപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖിലയുമായി ബന്ധപ്പെട്ട് കൂടെ താമസിക്കുന്ന സമയത്ത് ഈ കുട്ടി എപ്പോഴും ഒരു ബാധ്യതയാവും. കുട്ടിയുടെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല. കുട്ടിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് പോലീസിനോട് നൽകിയ മൊഴി. തീർച്ചയായും. എന്തായാലും അരുൺ, ഇവിടെ ഈ അഷ്കറിന്റെ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസും ഈ ഭാര്യയുടെ സഹോദരന്റെ മരണവും വിശദമായി തന്നെ പരിശോധിക്കണം. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? മാത്രമല്ല അഷ്കർ എന്തിനാണ് മർദ്ദിച്ചത്? അന്ന് ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നോ? പോലീസ് കേസെടുത്തോ? അതോടൊപ്പം തന്നെ അഖിലയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യയും ഇതെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ തമ്മിലുള്ള ഈ വഴിവിട്ട സൗഹൃദം, അതും ഈ അഖിലയുടെ ഭർത്താവിൻ്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാത്രമല്ല അഖില മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ ഭർത്താവ് ജീവനൊടുക്കിയതെന്നാണ്. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ അഷ്കറുമായി അവർ അടുക്കുന്നു. അങ്ങനെ ആ മരണത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു സംശയം ബന്ധുക്കൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ? അപ്പം എല്ലാ വിഷയങ്ങളും വളരെ വളരെ ഗൗരവമായി തന്നെ ഇപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം നമുക്കിപ്പോൾ പറയാം. കാരണം കുഞ്ഞിന്റെ മുഖം സാധാരണ പോലീസ് മനുഷ്യരാണ്, പോലീസുകാർക്കും ഉറക്കം കെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും ഇയാളുടെ യാത്രകൾ ഗൗരവമായി പിന്തുടർന്ന് പിടികൂടാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന അയാളുടെ ഭാര്യയുടെ ആമിനയുടെ സഹോദരന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന്
ഈ ആമിനയുടെ അമ്മ പറയുന്നു. കാരണം ഒരു മുങ്ങി മരണമായിരുന്നു എങ്കിൽ പോലും അതിൽ ഒരു കൊലപാതകത്തിന്റെ പിന്നാമ്പുറം ഉണ്ട് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു അന്വേഷണം വേണമെന്നും ഒപ്പം ഈ കുട്ടിയെ ഇത്തരത്തിലാക്കിയ അവസ്ഥയിലാക്കിയ, അതായത് അയാളുടെ ഭാര്യയെ അബോധാവസ്ഥയിലാക്കി ഇപ്പോഴും പ്രാണയാക്കി ഇട്ടിരിക്കുന്നതിനുള്ള കാരണം അതിനൊരു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവരും നിയമ നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. എന്തായാലും കൂടുതൽ കേസിലേക്കും കൂടുതൽ മുറുക്കിലേക്കും ഈ നരാധവനെ എത്തിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. നിരവധി പരാതികളാണ് പല ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അരുൺ, എന്തായാലും നിരന്തരമായ പീഡനം 3 മാസത്തോളം ഈ കുഞ്ഞിനെ, 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ഏറെ വൈറലായൊരു ദൃശ്യമുണ്ട്. ഈ അമ്മയുടെ ഒപ്പം ഈ കുഞ്ഞ് 2 കൈയും ഒടിഞ്ഞ കുഞ്ഞ് ഒരു സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായതാണ് ആ ദൃശ്യം. അന്ന് എന്താണ് സംഭവിച്ചത്? സൈക്കിളിൽ നിന്ന് വീണ് 2 കൈയും ഒടിഞ്ഞെന്നാണ് പറയുന്നത്. അതിന് പിന്നിലും ഈ അഷ്കറിന് പങ്കുണ്ടോ? അഷ്കർ ഉപദ്രവിച്ചാണോ കൈ ഒടിഞ്ഞത്? മാത്രമല്ല, അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണോ? മാത്രമല്ല, ഈ അമ്മയ്ക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? അമ്മയുടെ അറിവോടെ ആയിരുന്നോ ഈ രീതിയിലുള്ള ക്രൂരതകൾ? അമ്മയുടെ മൗനാനുവാദത്തോടു കൂടിയുള്ള ആക്രമണമാണ് എന്ന് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. അത് തന്നെയാണ് അവരെയും പ്രതിയാക്കി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലും ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ കേസിലെ പ്രതിയായി മാറിയത്, അറസ്റ്റ് രേഖപ്പെടുത്തിയതൊക്കെ. കാരണം മൗനാനുവാദത്തോടെയായിരുന്നു ഈ പറയുന്ന കൃത്യങ്ങളെല്ലാം. ഈ കുട്ടിയെ, ഈ പിഞ്ചു കുഞ്ഞിനെ അടിക്കുമ്പോഴൊക്കെയും ഇവനെ ന്യായീകരിച്ചുകൊണ്ട്, ഈ പറയുന്ന അഷ്കറിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന്റെ 2 കൈകളും, തീർച്ചയായും ആ മുഖം ഇപ്പോഴും നമ്മുടെ മുഖം മനസ്സിൽ നിന്ന് മാറാത്തൊരു മുഖമുണ്ട്. നിഷ്കളങ്കമായ കണ്ണുകളിലൂടെ നോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മുഖം കാണുമ്പോൾ നമുക്ക് വേദനയാണ്. ആ 2 കൈകളും കെട്ടി വേദന എന്തെന്ന് പറയാൻ, എന്ത് സംഭവിച്ചു എന്ന് കുഞ്ഞിന് പറയാൻ പറ്റാത്ത ആ പ്രായത്തിരിക്കുമ്പോൾ അത് അവർ പറയുന്നത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിറ്റൗട്ടിൽ നിന്ന് താഴെ വീണതാണ്. കളിക്കുന്ന വാഹനം, സൈക്കിൾ പോലുള്ള ഒരു വാഹനത്തിൽ നിന്ന് സിറ്റൗട്ടിൽ നിന്ന് താഴെ വീണാണ് 2 കൈകളും ഒടിഞ്ഞത്. അപ്പോൾ ഉയരുന്നൊരു ചോദ്യം ഈ പറയുന്ന അഖിലിന്റെ അച്ഛനും ഉണ്ട്. അഖിൽ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ മുത്തച്ഛനുണ്ട്. കാരണം ഒരു കുഞ്ഞ് വീഴുമ്പോൾ കൈകൾ മാത്രം എങ്ങനെയാണ് ഒടിയുന്നത്? മറ്റു മുറിവുകൾ ഉണ്ടാകില്ലേ? മറ്റു പാടുകളൊന്നുമില്ലാതെയായിരുന്നു ഈ കുട്ടിയുടെ കൈകൾക്ക് മാത്രം ഒടിവ് മാത്രം സംഭവിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈതും കുട്ടിയെ ആക്രമിച്ച് ഈ കൈകളും ഒടിച്ചതാണ്. നമുക്ക് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ കാണാം 51 മുറിപ്പാടുകൾ ആ പിഞ്ച് ശരീരത്തിൽ പല ഭാഗത്തും സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ 51 മുറിപ്പാടുകൾ ക്രൂരമായി ആ കുഞ്ഞ് നേരിട്ടെങ്കിൽ ഈ കൈകൾ ഒടിഞ്ഞതിന് കാരണം എന്താണെന്ന് നമ്മൾ ഇനി പറയണ്ട എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ടോം. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ അമ്മയ്ക്കും കാമുകനും കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയണം. ഇടവേള. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന 2 അക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക, കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുക എന്നിവയാണ് ഈ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
പണത്തിന്റെ ഉറവിടം മറച്ചുവെച്ച് അനധികൃതമായി സമ്പാദിക്കുന്ന പണം നിയമപരമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന പ്രക്രിയയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ്. ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോന്നവയായതിനാൽ അതിനെ നേരിടാൻ അത്യന്തം ശക്തമായ നിയമ സംവിധാനങ്ങളാണ് ഇഡിക്ക് നൽകിയിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ ആസ്ഥാനം സ്പോട്ട് ലൈവ് തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മാസപ്പടി കേസിൽ CMRLന് താൽക്കാലിക ആശ്വാസം. ഇഡി അന്വേഷണം ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ തടഞ്ഞു. CMRL നൽകിയ ഹർജിയിലാണ് നടപടി. ഹർജിയിൽ വെള്ളിയാഴ്ച ഉത്തരവുണ്ടാകും. അതേസമയം തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, എന്തായാലും CMRLനെ സംബന്ധിച്ച ആശ്വാസം, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ആശ്വാസകരമായിട്ടുള്ളൊരു നടപടിയാണ്. പ്രത്യേകിച്ചും ഈ മാസപ്പടി കേസിലുള്ള അന്വേഷണം അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച ഈ കേസിൽ വിധി ഉണ്ടാകുമോ? ഇന്നെന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉണ്ടായത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CMRLന് മാത്രമാണ് ആശ്വാസകരമായ നടപടി ഉണ്ടായിട്ടുള്ളത്. CMRLന്റെ ഈ ഹർജി കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇതിൽ താൽക്കാലികമായിട്ട് ഒരു സ്റ്റേ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പ്രത്യേകിച്ചും തുടർ നടപടികൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം, ഇഡിയുടെ തുടർ നടപടികൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രമേ തുടരാൻ പാടുള്ളൂ. വെള്ളിയാഴ്ച 1:45 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ വ്യക്തത ഉണ്ടാവുക, ഇതിലൊരു ഉത്തരവുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ്, ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്, ഹർജി പരിഗണിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഈ CMRLനെ സംബന്ധിച്ച് ആശ്വാസകരമായ നടപടിയാണ്. വെള്ളിയാഴ്ചത്തേക്കാണ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ ഇത് തൽസ്ഥിതി തുടരണമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതേസമയം വീണ വിജയനെതിരെയുള്ള നടപടികൾ തുടരാമെന്നും കോടതി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് CMRLന് മാത്രം, അല്ലെങ്കിൽ CMRLന്റെ MDക്ക് മാത്രം, ശശിധരൻ കർത്തയും മറ്റു CMRL ഉദ്യോഗസ്ഥർക്ക് മാത്രം നൽകുന്ന ഒരു ആശ്വാസകരമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. CMRLാണ് ഹർജിയുമായി മുന്നോട്ട് എത്തിയിട്ടുള്ളത്, കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതേസമയം CMRLന് പിന്നിൽ ഈ ഇഡി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRLന് പിന്നിലുണ്ടായത് എക്സാലോജി കമ്പനിയാണ് എന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ പ്രത്യേകിച്ചും എടുത്ത് വീണ വിജയനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കുമെതിരെയുള്ള നടപടിക്രമങ്ങൾ തുടരാമെന്നും കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം ഇപ്പോൾ ഈ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഈ അപ്പീലിൽ വിധി വെള്ളിയാഴ്ച പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് താൽക്കാലികമായി ആശ്വാസമുണ്ടാകുന്ന CMRL മാത്രമാണ്. CMRLും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പണമിടപാടിൽ SFIയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രോസിക്യൂഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇഡി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇഡി ഇത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഇഡിയുടെ ECRന്റെ അടിസ്ഥാനം എന്നാണ് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളാണല്ലോ പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്. അവിടെ ഈ CMRLനെതിരായിട്ടുള്ള നടപടി മാത്രമാണ് തടഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ഈ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ച് സ്വാഭാവികമായും ഇഡിക്ക് അപ്പോൾ അന്വേഷിക്കുന്നതിന് തടസ്സമില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? വീണ വിജയനും അടക്കമുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി അടക്കം 12 ഇടങ്ങളിൽ ഇഡി കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള രേഖകൾ അത് മുദ്രവെച്ച കവറിലാണ് കോടതിയിൽ ഹാജരാക്കിയത്. അത് മാത്രമല്ല, അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഇഡിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് CMRLന് വേണ്ടി ഹാജരായത്. ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴും CMRLന്റെ MD അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള അന്വേഷണത്തിനെതിരെയാണ് CMRL ഈ ഹർജിയുമായിട്ട് മുന്നോട്ടെത്തിയിരിക്കുന്നത്. ആ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് തുടർ നടപടികൾ. തൽക്കാലം വെള്ളിയാഴ്ച ഈ നടപടിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വീണ്ടും ആ ഹർജി പരിഗണിക്കുന്നത് വരെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഹൈക്കോടതി ആ ഹർജി പരിഗണിക്കുന്നത് വരെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. അത് CMRLന് ആശ്വാസകരമായ ഒരു നടപടിയാണ്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ CMRLും എക്സാലോജിക് സൊല്യൂഷൻ തമ്മിലുള്ള പണമിടപാടിന്റെ
കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഇഡിയുടെ കണ്ടെത്തലുള്ളത്. ഇഡി അത്തരത്തിലാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഇഡിക്ക് കണ്ടെത്തേണ്ടത്. പക്ഷേ ഇഡിയെ സംബന്ധിച്ചിട്ട് ഒരു ECIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ IPC അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ BNS അനുസരിച്ചിട്ടുള്ള ഒരു FIR CBIയോ പോലീസോ രജിസ്റ്റർ ചെയ്യണം. ആ FIRന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിക്ക് ECIR രജിസ്റ്റർ ചെയ്യാനുള്ള മാതൃകയുള്ളത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു രീതിയുള്ളത്. അതില്ലാതെ SFIOയുടെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് കേന്ദ്ര സർക്കാരിനാണ് SFIO സമർപ്പിക്കുന്നത്. അത് കുറ്റപത്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ SFIOയുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിനുശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇഡി അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. ആ നടപടിയാണ് ഈ CMRL ചോദ്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇഡിയുടെ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നുള്ള ഇഡിയുടെ വാദം ശരിയല്ല എന്ന് CMRL പറയുന്നുണ്ട്. ഇഡിയുടെ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട്, പക്ഷേ ഇഡിയെ കോടതിയിൽ എതിർക്കുന്നു എന്നുള്ളത് നിസ്സഹകരണമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോഴും കോടതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇഡിയുടെ അന്വേഷണത്തോട് സഹകരിച്ചാൽ എന്താണ് പ്രശ്നം? തീർച്ചയായും ഈ വിഷയത്തിൽ എന്തായാലും ഇഡി എന്താണ് ഇന്ന് കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്? വെള്ളിയാഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരിക. ഇഡിയുടെ നിലപാട് എന്താണ്? CMRL എക്സാലോജിക പണമിടപാടുമായി ബന്ധപ്പെട്ട് PMLA വകുപ്പ് പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് ഇഡിയുടെ വാദം. അത് മാത്രമല്ല 12 ഇടങ്ങളിൽ ഇഡി നടത്തിയിട്ടുള്ള റെയ്ഡ്, ആ റെയ്ഡിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആ റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ, ഇതെല്ലാം ഈ കാര്യങ്ങളുമായി ചേർന്ന് പോകുന്നതാണ് എന്നുള്ളതാണ്. ആ രേഖകളാണ് ഇഡി സീൽ വെച്ച കവറിലാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഇഡിക്ക്, അതായത് നേരത്തെ സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് CMRL സിംഗിൾ ബെഞ്ചിനെ, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ ഇഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കുന്നു. ആ ഹർജി തള്ളുകയും ഇഡി തുടരന്വേഷണം നടത്തട്ടെ, ഇഡി അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്യുന്നു. അതേ തുടർന്നാണ് അടിയന്തരമായി ഇഡി മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നതും വീണ വിജയൻ അടക്കമുള്ളവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രോണിക് ഡിവൈസസുകൾ പിടിച്ചെടുക്കുകയും ആ ഇലക്ട്രോണിക് ഡിവൈസിൽ വീണ വിജയന്റെ ഫോണുണ്ട്, ആ ഫോൺ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ ഫോൺ പരിശോധന വീണ വിജയന്റെ സാമീപ്യത്തിലാണോ അല്ലയോ എന്നുള്ള കാര്യം ഇഡിക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അതിൽ നിന്നും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട 1.8 കോടി രൂപയുടെ കുറവ്, അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത 1.8 കോടി രൂപ എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതാണ്. അത് മാത്രമല്ല, ഈ വീണ വിജയൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ കാര്യം ഇഡി ചോദിച്ചപ്പോൾ ഇഡിക്ക് നൽകിയ മറുപടി, ഈ എക്സാലോജിക് സൊല്യൂഷനും CMRലും തമ്മിലുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓറലിയാണ്. അത് ഇത്തരത്തിൽ മിനിറ്റ്സ് ആക്കി സൂക്ഷിക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖകൾ സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അത് നേർക്ക് സംവദിച്ച് ആ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയെന്ന്, അതുകൊണ്ടാണ് അത് രേഖകൾ ഉണ്ടാക്കാത്തത് എന്നായിരുന്നു വീണ വിജയൻ ഇഡിക്ക് നൽകിയ മറുപടി. ആ മറുപടി സാധൂകരിക്കാനാകാത്തത് എന്നാണ് ഇഡിയുടെ വാദം. പ്രത്യേകിച്ചും ഇത്രയും വലിയ തുകയുടെ ഇടപെടൽ എക്സാലോജിക് സൊല്യൂഷൻസിന് ഒരു കാരണവുമില്ലാതെ മാസപ്പടി നൽകുന്ന ഒരു സാഹചര്യം, അതായത് IT സേവനങ്ങൾ നൽകിയെന്ന് കാണിക്കുന്നു. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, CMRL എന്തായാലും ഈ ഹൈക്കോടതി നടപടി ആശ്വാസകരമാണ്. പക്ഷെ വീണ വിജയനെതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന്, ഇഡിക്ക് മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ എന്തായാലും CMRL നിയമപരമായിട്ടാണ് ഇതിനെ നേരിട്ടത്. പക്ഷെ വീണ വിജയൻ്റെ എതിരായിട്ടുള്ള റെയ്ഡ്, ആ റെയ്ഡിനോട് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. മാത്രമല്ല, അതിനെ മറ്റൊരു രീതിയിൽ നേരിടാൻ ശ്രമിക്കുന്നു, വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിയമപരമായി നേരിടേണ്ടതിന് പകരം അത്തരമൊരു നടപടിയിലേക്ക് CPM കടന്നാണ് വലിയ ആക്ഷേപത്തിന് ഇടയാക്കിയത്. സ്വാഭാവികമായും CMR രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതോടെ വീണ വിജയനും അത്തരമൊരു നീക്കം നടത്താനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഈ കേസിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസിൻ്റെ നടപടികൾ എന്തൊക്കെയാണ്? കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ എത്ര പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്? കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമോ? ടോം, ആദ്യഘട്ടം മുതൽ വീണ വിജയനെതിരെ ഈ ഒരു പരാതി ഉയരുകയും അതിൽ അന്വേഷണം നടത്തുകയും SFIO അന്വേഷണം പുരോഗമിക്കുകയും ഒക്കെ ചെയ്ത വേളയിൽ തന്നെ CPM നയം വ്യക്തമാക്കിയതാണ്. നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടുക എന്നൊരു നയം തന്നെയായിരുന്നു അവരുടേത്.
കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ED ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ പരിശോധനയ്ക്കായി എത്തിയപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം ആ വീടിന് പുറത്ത് നടന്നപ്പോൾ നിയമപരമായി അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ED ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞുകൊണ്ട് ആ വാഹനം തകർക്കുന്ന തരത്തിൽ നടന്ന പ്രതിഷേധങ്ങളെ വലിയ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോക്കിക്കണ്ടത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കഴിയില്ല, അത് കൃത്യമായി നടപടി ഉറപ്പുവരുത്തേണ്ട തരത്തിലുള്ള നിയമലംഘനമാണ് നടന്നിരിക്കുന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയും 300 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിൽ ഏതാണ്ട് 25ഓളം പേർ ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. ഇനി പിടിയിലാകാനുള്ളതിൽ പ്രധാനി പാളയം സന്തോഷ് എന്ന ഒരു CPM-മായി DYFI-യുമായി ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പാളയം സന്തോഷ്. പാളയം സന്തോഷിന് വേണ്ടി കഴിഞ്ഞ 2-3 ദിവസമായി വ്യാപകമായ തിരച്ചിൽ തിരുവനന്തപുരം വർക്കല കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടന്നിരുന്നു. പക്ഷേ പോലീസ് എത്തുന്ന മുമ്പ് തന്നെ പാളയം സന്തോഷ് അവിടുത്തെ കടന്നു കളഞ്ഞുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പാളയം സന്തോഷിനെ പിടികൂടുക എന്ന് പറയുന്നത് പോലീസിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ശേഷിക്കുന്ന പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചെങ്കിലും ഇത് രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കേണ്ടി വരും. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ജീവഹാനി വരുത്തുന്ന തരത്തിലുള്ള അക്രമ പദ്ധതികൾ ആസൂത്രണം ചെയ്താലെന്ന പരാമർശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വലിയ തിരിച്ചടിയായി മാറി അവർക്ക്. ആ ശിക്ഷയിൽ അവർ ഇപ്പോഴും തുടരുകയാണ്, റിമാൻഡിൽ തുടരുകയാണ്. ശേഷിക്കുന്ന പ്രതികളിൽ ആരെയൊക്കെ ഇനി പിടികൂടും? കണ്ടാൽ അറിയാവുന്ന 300 പേരെന്നാണ് പരാമർശിച്ചിരിക്കുന്നതെങ്കിലും ശേഷിക്കുന്ന ആളുകൾ CPM-ന്റെ ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് വലിയ തരത്തിൽ രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. മാത്രമല്ല പോലീസ് ഇപ്പോഴും ഇതിന് പിന്നിൽ ഒരു കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണുള്ളത്. അതേസമയം പാർട്ടി നേതൃത്വം പൂർണ്ണമായി അത് തള്ളിക്കളയുകയാണ്. സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടത് കൊണ്ടാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങാതെ ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതല്ലായിരുന്നെങ്കിൽ അതാകുമായിരുന്നില്ല സ്ഥിതി എന്നുകൂടി അവർ രഹസ്യമായെങ്കിലും പറയുന്നുണ്ട്. കാരണം വളരെ വൈകാരികമായ തരത്തിലേക്ക് ആ പ്രതിഷേധം നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ പാളയം സന്തോഷിനെ പിടികൂടുക എന്നതിനാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ പ്രാധാന്യം നൽകുന്നത്. അതിനുവേണ്ടി വ്യാപകമായ പരിശോധന തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വർക്കല കേന്ദ്രീകരിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. ശേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. എന്തായാലും ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സാക്ഷിയായി മാറുന്നത് 2 ടാക്സി ഡ്രൈവർമാരായിരിക്കും. കാരണം ആ 2 വാഹനങ്ങളാണ് തല്ലി തകർത്തത്. അതുകൊണ്ട് തന്നെ ഈ ടാക്സി ഡ്രൈവർമാർ നൽകുന്ന മൊഴി ഈ കേസിൽ നിർണായകമായി മാറും എന്നാണ് വിവരം. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ 3 ആശുപത്രി ജീവനക്കാർക്കെതിരെ കേസ്. ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് കേസെടുത്തത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ DC ഫിലിപ്പ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സ് അൽഫോൺസ എന്നിവർക്കെതിരെയാണ് കേസ്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ 3 പേരെയും ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. ആശുപത്രിയിൽ കടന്ന് പ്രതിഷേധം സംഘടിപ്പിച്ച യുവജന സംഘടനാ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് PS സാഗർ ചേരുന്നു. സാഗർ, ഈ ആത്മഹത്യ ഇന്നലെ ആണ് ഈ ആത്മഹത്യാ ശ്രമം, നഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. വലിയ തൊഴിൽ ചൂഷണം ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന ആക്ഷേപമുണ്ട്. മാത്രമല്ല UNAയുടെ യൂണിറ്റ് ഭാരവാഹി കൂടിയാണ് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ നഴ്സ്. ഇവരിപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വലിയ പ്രതിഷേധ ഈ സംഭവത്തിന് പിന്നാലെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവജന സംഘടനകൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഈ 3 ജീവനക്കാരെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ DC ഫിലിപ്പ് ഉൾപ്പെടെ 3 പേരെയും മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണിപ്പോൾ 3 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇവർ ഈ ജീവനക്കാരിയെ, നഴ്സിനെ മാനസികമായി പീഡിപ്പിച്ചത്? ഏത് രീതിയിലുള്ള തൊഴിൽ ചൂഷണമാണ് അവിടെ നടന്നത്? മാനേജ്മെൻറ്റ് അതിൽ പങ്കുണ്ടോ? അവരുടെ അറിവുണ്ടോ? ഇതിനു മുൻപ് ഈ ആശുപത്രിയിൽ
തൊഴിൽ ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ മൊഴി, നേഴ്സിൻ്റെ മൊഴി ഏറെ നിർണായകമാണ്. നിലവിൽ 3 പേർക്കെതിരെയാണ് ഈ നേഴ്സ് മൊഴി നൽകിയിരിക്കുന്നത്. ഇവരുടെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള, പ്രത്യേകിച്ചും ചീഫ് നേഴ്സിംഗ് ഓഫീസറാണ്, അവരുടെ ഷിഫ്റ്റ് അടക്കം ഇടുന്നത് ഈ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവധി നൽകിയില്ല, വലിയ രീതിയിൽ തൊഴിൽ ചൂഷണമുണ്ടായി, കൂടുതൽ സമയം തൊഴിലെടുപ്പിക്കുന്നു. കാരണം കൃത്യമായി ഇത്തരം സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാർ വലിയ രീതിയിൽ തൊഴിൽ ചൂഷണം നേരിടുന്നുണ്ട്. ഈ വിഷയത്തിലടക്കം വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ആവശ്യമാണ്. എന്തായാലും ഈ വാർത്തയിലേക്ക് വിശദമായി എത്താം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം പുനലൂർ ആളുകേറാമല കൊലപാതകത്തിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്. 2025 സെപ്റ്റംബർ 23 മുക്കടവ് ആളുകേറാമലയിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. പ്രതിയെന്ന് ആദ്യം സംശയിച്ച അനിക്കുട്ടന്റെ മൃതദേഹമാണ് ആളുകേറാമലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ ഇക്കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട്. മനോജ്, ഏകദേശം ഈ ആളുകേറാമല കൊലപാതകം നടന്ന് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു, 10 മാസത്തോളമാകുന്നു, യാതൊരു സൂചനയുമില്ല. അതിനിടെ ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അവിടെയും ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള യാതൊരു തുമ്പും ലഭിച്ചില്ല. ഈ കൊല്ലപ്പെട്ടത് ആരാണെന്ന കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ടോ? പ്രത്യേകിച്ചും ഈ പോലീസ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തെളിവും പോലീസിന് ലഭിക്കാത്തൊരു കേസ് കൂടിയാണല്ലോ. 2025 സെപ്റ്റംബർ 23 പുനലൂർ പത്തനാപുരം പാതയിൽ മുക്കടവ് ആളുകേറാമല എന്ന് പറയുന്ന ഒരു ചെങ്കുത്തായ മലയുടെ മുകളിൽ മൃതശരീരം കാണപ്പെടുന്നത്. അത് കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് ഒരു റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ഈ മൃതശരീരം ഉണ്ടായിരുന്നത്. അന്ന് പോലീസ് നടത്തിയ അന്വേഷണം വളരെ രസകരമായ രീതിയിലാണ് അവർ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിലൂടെ ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ട സാഹചര്യം ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ വേണം പറയാം. കാരണം മരിച്ചത് ആരാണെന്ന് ഇതുവരെയും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ മൃതശരീരം കണ്ടതിന് തൊട്ട് അടുത്തുള്ള ഒരു പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങിക്കുന്ന ഒരാളുടെ ചിത്രമാണ് പോലീസ് പ്രതി എന്ന നിലയിൽ കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ലുക്കൌട്ട് നോട്ടീസ് വരെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ആലപ്പുഴ താമരക്കുളം വില്ലേജിൽ ചേറ്റാരിക്കൽ ക്ഷേത്രത്തിന് സമീപം വേടരിപ്ലാവിൽ 46 വയസ്സുള്ള പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടനാണ് ഇതിലെ പ്രതി എന്ന നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വരെ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് ഈ പ്രതി എന്ന് സംശയിച്ച ആള് തന്നെയാണ് മരിച്ചു കിടക്കുന്നത്, DNA പരിശോധനയിൽ അങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് തന്നെ വളരെ പ്രതിഷേധത്തിന് ഇട നൽകുകയുണ്ടായി. വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ സംശയത്തിന് ഇട നൽകാൻ കാരണം നമ്മൾ ഈ കണ്ടെത്തിയ ആ ഡെഡ് ബോഡിയിൽ ഇടത് കാല് വൈകല്യം മൂലം ശോഷിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്നാൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസിലൂടെ കാണിച്ച അനിക്കുട്ടന്റെ 2 കാലുകൾക്കും ഒരു കുഴപ്പവുമില്ല. അത് നമുക്ക് അവർ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാലുകൾക്ക് ഒരു കുഴപ്പം. ഈ വൈരുദ്ധ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും പ്രതിഷേധത്തിന് ഇടയാവുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ രംഗത്തെത്താൻ കാരണമാവുകയും ചെയ്തത്. ആ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയതായുള്ള അറിയിപ്പ് വരുന്നത്. ഏറെ വിവാദം തീർക്കുകയും ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ വൈകൃതമായ നിലയിൽ ഒരു കൊലപാതകമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏകദേശം 45-നും 50-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരാണാണ് മരിച്ചതെന്നും നെഞ്ചിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും കണ്ടെത്തിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൂടെ കൂടിയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ്.
പ്രതി ആരാണെന്നോ മരിച്ചതാരാണെന്നോ കണ്ടെത്താൻ സാധിക്കും. പോലീസ് പറഞ്ഞതനുസരിച്ച് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയ ആളാണ്. യെസ്, വ്യക്തമാണ്. മനോജിലേക്ക് എത്താം. അതിനു മുൻപ് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് അതായത് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഈ കേസ് തെളിയുമോ? കേസ് അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഏകദേശം 7-8 മാസത്തോളം പൂർത്തിയാകുന്നു ഈ സംഭവം നടന്നിട്ട്. മരിച്ചതാരെന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരാൻ കഴിയാത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള വെല്ലുവിളി? ഇതിലേക്ക് എത്താം. ഒരു പരിചയനല്ലാത്ത ഒരാള് ഈ സംഭവം അറിഞ്ഞോ എന്ന് അന്വേഷിച്ച് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് തിരയുന്നത്. അങ്ങനെ നാട്ടിലുള്ള നമ്മുടെ അയൽവക്കക്കാരടുത്തും നാട്ടിലെ പൊതുപ്രവർത്തകർക്കും മെമ്പറോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അങ്ങനെയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത്. ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ വളരെ വേഗത്തിൽ ഈ സംഭവം കണ്ടെത്തുകയും പോലീസ് കണ്ടെത്തുകയും, എന്നാൽ ഇത് കണ്ടെത്തിയതിനു ശേഷം ഇതൊരു കൊടും ക്രൂരകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മരണപ്പെട്ട് കിടന്ന ആളിനെ, കൊലപാതകത്തിനിരയായി കിടന്ന ആളിന്റെ കാലിന് വൈകല്യമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലുമൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മരണപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തുവാനോ കൊല ചെയ്തത് ആരാണെന്ന്, പ്രതി ഏതാണെന്ന് കണ്ടെത്തുവാനോ ഈ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഒരു ഘട്ടത്തിൽ അറിയുന്നത് കൊല ചെയ്യപ്പെട്ട ആള്, കൊലപാതകി ഇന്നയാളാണെന്ന് പറഞ്ഞൊരു ചിത്രം പ്രസിദ്ധീകരിച്ചു പോലീസ് തന്നെ. എന്നാൽ ആഴ്ചകളോളം ഈ ചിത്രവുമായി അവർ അന്വേഷണവുമായി മുന്നോട്ട് പോയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ അന്വേഷണം എങ്ങും എത്തില്ല, ആ മരണപ്പെട്ട ആളിന്റെ ചിത്രമാണ് ഇതെന്ന് പോലീസ് വരുത്തി തീർത്ത് ഈ കേസ് അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മനോജ് അപ്പുക്കുട്ടനിലേക്ക് വീണ്ടും. മനോജ്, വലിയ പ്രതിഷേധം, അമർഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത് പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരുന്നോ? ഇത് കൃത്യമായും നിരവധി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. പ്രത്യേകിച്ച് ഇതൊരു വിജനമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടേക്ക് എങ്ങനെയാണ് ഈ ആളെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഇവിടെ നിന്നും അവിടെ വെച്ച് കൊല നടത്തുന്നു, മൃതദേഹം കത്തിക്കുന്നു. അത്രയും ക്രൂരമായി നടത്തിയൊരു കൊലപാതകമാണ്. സ്വാഭാവികമായും ഈ കൊലയാളി ആരെന്ന് കണ്ടെത്തണം. ഇപ്പോഴും കാണാമറയത്താണ്. പോലീസിന്റെ അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമല്ല എന്ന് പറയാൻ സാധിക്കില്ല. പോലീസ് മരിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിയാതെ തൃശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ ഇടതുകാലിന് വൈകല്യമുള്ള ഒരാള് ഈ സംസ്ഥാനത്തോ അന്യ സംസ്ഥാനത്തോ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് പോലീസ് ആദ്യം നടത്തിയത്. പക്ഷെ അത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ മിസ്സിംഗ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാക്കുകയും അപ്പോൾ പിന്നീട് ഈ ഏതെങ്കിലും വാഹനത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് ഈ കൊലപാതകം നടന്ന ആ മലയുടെ തൊട്ടു താഴെ ഒരു ചെറിയ തോടുണ്ട്. രാത്രി വലിയ വാഹനങ്ങളൊക്കെ വന്ന് നിർത്തി അവര് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഏതെങ്കിലും വാഹനത്തിൽ വന്നിറങ്ങിയതാണോ എന്ന് പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണത്തിനെല്ലാം വഴിമുട്ടുന്ന സാഹചര്യം ഇവിടെ ഒരു കിലോമീറ്റർ ചുറ്റളവിലെങ്ങും ഒരു CC ക്യാമറ പോലും ഇല്ല എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ കൊലപാതകം നടന്ന ഇടതുകാലിന് വൈകല്യമുള്ള ഒരാളാണ്. ചെങ്കുത്തായ ഒരു മലയാണ്. ഈ മലയുടെ മുകളിൽ ഈ മൃതശരീരം കിടന്ന സ്ഥലത്ത് എത്തി ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാരിച്ച ജോലിയാണ്. അങ്ങനെ ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ഈ ആള് എങ്ങനെ മലയുടെ മുകളിൽ എത്തപ്പെട്ടു? അഥവാ ഇദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം കൊണ്ടുപോയതാണെങ്കിൽ വലിയ ഒരു കൂട്ടമില്ലാതെ ആ മുകളിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള വലിയ വിശകലനങ്ങളൊക്കെ പോലീസ് നടത്തി. അവര് ആദ്യമേ ഈ ചങ്ങല സാധാരണ ആനയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ചങ്ങലയാണ്. അങ്ങനെ സമീപത്തുള്ള ആനകളിലെ ഉള്ള എല്ലാ വീടുകളിലും മില്ലുകള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചങ്ങല നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തി. അതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അന്വേഷണം നിലവിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം പല വഴിക്ക് തിരികുകയും ചെയ്യുന്നത്. പിന്നീട് വന്ന ഉദ്യോഗസ്ഥരാണ് ഇത് DNA പരിശോധനയിൽ ഈ പ്രതി എന്ന് സംശയിച്ച ആളുടെ തന്നെ മൃതശരീരമാണ് എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകുകയും അങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയും യാതൊരു അന്വേഷണ പുരോഗതിയും ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട്
വന്നിരുന്ന പൊതുപ്രവർത്തകര് ഇത് ഫോളോ ചെയ്തു, നിരന്തരം ഫോളോ ചെയ്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അവസാനം ഈ കേസ് കൈമാറുകയായിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ഇനി മുതൽ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ക്രൈംബ്രാഞ്ചിനും ഈ മരിച്ചത് ആരെ എന്ന് കണ്ടെത്തുന്ന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കാൻ എത്തുമ്പോൾ കേസ് തെളിയിക്കപ്പെടുമോ? അതാണ് അറിയേണ്ടത്. വലിയ വെല്ലുവിളികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട്. എന്തായാലും പോലീസ് മാസങ്ങളോളം അന്വേഷിച്ച കേസാണ്. ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പ്രതിയിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട അൻസിബിയുടെ പരാതിയിൽ മൊഴി നൽകാൻ നടി ലക്ഷ്മിപ്രിയ തൃക്കാക്കര പോലീസിന് മുന്നിൽ ഹാജരായി. അൻസിബിക്കെതിരായ പരാതിയിൽ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ലക്ഷ്മിപ്രിയ. തനിക്ക് അയച്ച അനാവശ്യമായ മെസ്സേജിനെ കുറിച്ച് പലതവണ ചോദിച്ചിട്ടും അൻസിബ വിശദീകരിക്കാൻ തയ്യാറായില്ല. കയ്യിലുള്ള തെളിവുകളെല്ലാം പോലീസിന് കൈമാറും. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവർ പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈൻറ്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെൻ്റ് ആണല്ലോ. അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ അവിടെ എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈമാറും. എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ. എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു അവകാശമില്ലേ? പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത? എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ്? വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, താരസംഘടനയ്ക്കകത്തെ പ്രശ്നം, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം, അത് പിന്നീട് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു. ഈ ലക്ഷ്മിപ്രിയ മൊഴി നൽകിയോ? എന്താണ് താരം വ്യക്തമാക്കുന്നത്? 1 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ശേഷം ലക്ഷ്മിപ്രിയ മടങ്ങിയിട്ടുണ്ട്. ഏതായാലും തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഒപ്പം തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് സംഘടനയ്ക്കുള്ളിലെ പ്രശ്നമല്ല, മറിച്ച് ഇത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് സംഘടനയ്ക്കുള്ളിൽ നടന്ന സംഭവമല്ല. അത് താനും ഹൻസിബയും തമ്മിലുള്ള ഒരു ചാറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പിന്നീട് ഈ നിയമ പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമ നടപടികളുമായി ഇരുവരും രംഗത്തെത്തിയതെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ആദ്യം തന്നെ ലക്ഷ്മിപ്രിയ പറയുന്നത് അൻസിബ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. കാരണം 3 മണിക്കൂർ ആയിരുന്നില്ല അന്ന് തൃപ്പൂണിത്തുറ ASI രേഷ്മയുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുപ്പിൽ സംഭവിച്ചത്. 1 മണിക്കൂർ മാത്രമായിരുന്നു, 1 മണിക്കൂർ 20 മിനിറ്റ് മാത്രമായിരുന്നു അന്ന് ആ ഒരു സംഭാഷണം നീണ്ടത്. അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കൽ നീണ്ടത് 1 മണിക്കൂർ മാത്രമാണ്. തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അതായത് 1.5 മണിക്കൂർ മാത്രമാണ് അത് നീണ്ടത് എന്ന് കാണിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അത് ഡിജിറ്റൽ തെളിവുകളുണ്ട്. അത് തൃക്കാക്കര ACPക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഒപ്പം തനിക്കും അൻസിബയ്ക്കും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അൻസിബയെ അയച്ച മെസ്സേജ് അത് തന്റെ കുടുംബത്തെ പോലും കുടുംബജീവിതത്തെ പോലും വളരെ മോശമാകുന്ന രീതിയിലേക്ക് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് താൻ അൻസിബയോട് ഇതിന്റെ എന്താണ് ഈ മെസ്സേജ് അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ഈ മെസ്സേജ് കൊണ്ട് അൻസിബ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച് പുറകെ നടന്നത്. പക്ഷേ ഒരു രീതിയിലും അൻസിബ ഇത് വിശദീകരിക്കാൻ തയ്യാറായില്ല. തന്റെയോ തന്റെ ഭർത്താവിന്റെയോ ഫോൺ പോലും അൻസിബ എടുക്കുന്നില്ല. പലയിടങ്ങളിൽ പൊതുപരിപാടികൾ ഉൾപ്പെടെ കണ്ടിട്ടും അൻസിബയോട് ചോദിച്ചു. പക്ഷെ അൻസിബ അതിന് മാത്രം ഉത്തരം നൽകുന്നില്ല. അതിനൊടുവിലാണ് ഈ ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ ഈ ലക്ഷ്മിപ്രിയയെ പ്രേരിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ പോലീസിന് വനിതാ സെല്ലിന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല. പിന്നീട് ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെ അൻസിബ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. SI രേഷ്മ പോലും വളരെ
വളരെ മാന്യമായിട്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. തങ്ങളെ ഇരുവരെയും കേട്ട് ഹൻസിബയ്ക്ക് പോലും അനുകൂലമാകുന്ന തരത്തിൽ മാത്രമാണ് ആ ഒരു പരാതി എഴുതിയെടുത്തത്, അല്ലെങ്കിൽ പോലീസ് ഇതെല്ലാം രേഖപ്പെടുത്തിയതെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. രേഷ്മയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. രേഷ്മയുടെ മൊഴിയെടുക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? രേഷ്മയുടെ മൊഴിയെടുപ്പ് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് തൃക്കാക്കര ACP വ്യക്തമാക്കുന്നത്. ഇന്നലെ അൻസിബയുടെ മൊഴിയെടുത്തു, ഇന്ന് ലക്ഷ്മിപ്രിയയുടെ എടുത്തു, ഇനി രേഷ്മയുടെ മൊഴി കൂടി എടുക്കേണ്ടിയുണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ എടുക്കുമെന്നാണ് ACP വ്യക്തമാക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇതൊരു കേസ് FIR രജിസ്റ്റർ ചെയ്യണമോ അതോ ഇത് പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാവുന്നതാണെങ്കിൽ അത്തരത്തിൽ തന്നെ പോകട്ടെ എന്നൊരു തീരുമാനത്തിലായിരിക്കും ACP എത്തുക. ഏതായാലും വിഷയത്തെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസും നോക്കിക്കാണുന്നത്. ഇവരുടെ പക്കലുള്ള തെളിവുകൾ, മൊഴികൾ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളും സ്വീകരിക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരണം നൽകിയത്. എന്തായാലും ഇതൊരു സ്ത്രീ നൽകിയ, ഒരു നടി നൽകിയ പരാതിയാണ്. സിനിമയ്ക്കുള്ളിൽ സ്ത്രീകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് പുരുഷ മേധാവിത്വമുള്ളൊരു സംഘടനയാണ് അമ്മ എന്ന ആക്ഷേപമൊക്കെയാണ് ഉയർന്നു വന്നത്. അതിനിടെയാണ് സ്ത്രീകൾ അമ്മയുടെ തലപ്പത്തേക്ക് വന്നത്. പക്ഷേ അവിടെയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് താരസംഘടനയ്ക്ക് തന്നെ നാണക്കേടാണ്. അവർ തന്നെ ഈ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.